ഫ്രണ്ട്സ്, നമുക്ക് ദോശയോടെ കഴിക്കാൻ പറ്റിയ ഒരു തേങ്ങാ ചട്നിയും ഒരു തക്കാളി ചട്നിയും ഉണ്ടാക്കിയാലോ? പോകാം വീഡിയോയിലോട്ട്. അപ്പം നമ്മൾ തേങ്ങാ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഒരു 4-5 ചെറിയ ഉള്ളി, ഒരു തണ്ട് കറിവേപ്പില, ഒരു ചെറിയ പീസ് പുളി, 2 വറ്റൽമുളക് ഞാൻ എടുത്തിരിക്കുന്നത് പിരിയൻ മുളകിൻ്റെ ആണ്. അതാകുമ്പോൾ നല്ല കളറുണ്ടാവും. അത്യാവശ്യം എരിവുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളികളെല്ലാം ഒന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. നിങ്ങൾക്ക് ചട്നിക്ക് എന്തുമാത്രം വെള്ളമാണോ ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. കാരണം നമ്മൾ അരച്ച് കൊണ്ടുവന്നതിന് ശേഷമോ കടുക് കളിക്കുന്ന സമയത്ത് ഒന്നും വെള്ളം ഒഴിക്കത്തില്ല പിന്നീട്. അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ആ തേങ്ങാപ്പീരയുടെ നിനക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കത്തില്ല. ഈ ജാറ് കഴുകി പോലും നമ്മൾ വെള്ളം ഒഴിക്കില്ല കേട്ടോ. ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ എടുക്കും. കടുക് തളിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും ഒരു 2 വറ്റൽമുളക് മുറിച്ചതും നമുക്ക് കടുക് തളിക്കാം. ദോശയ്ക്ക് പറ്റിയ 2 ടൈപ്പ് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് തേങ്ങാ ചട്നിയും ഒന്ന് തക്കാളി ചട്നിയാണ്. നമ്മളിതാ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മുരിച്ചെടുക്കാറ്. ഉള്ളിയും മുളകും എല്ലാം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ആ ചട്നി അതിലിട്ട് ഒഴിച്ചു കൊടുക്കും. സാധാരണ ചിലർ ചെയ്യാറുണ്ട്, നമ്മൾ കടുക് താളിക്കുന്ന ആ പാനിലേക്ക് തന്നെ നമ്മൾ അരച്ച് തേങ്ങ ഇട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. ഇതേപോലെ കടുക് താളിച്ച് അത് ചട്നിയിലോട്ട് ഒഴിക്കുക. അപ്പോഴത്തേന് ആ ഒരു ടേസ്റ്റും നമ്മൾ ചട്ടിയിലോട്ട് ഒഴിക്കുന്ന ടേസ്റ്റും രണ്ടും രണ്ടാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മുടെ തേങ്ങാ ചമ്മന്തി റെഡി. നമുക്കിനി തക്കാളി ചട്നി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. അതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് വാടി വരട്ടെ. ഇത് നമുക്ക് 1/2 സ്പൂണ് പിരിയൻ മുളക് പൊടി, 1/4 സ്പൂണ് വറ്റൽമുളക് പൊടിച്ചത്. അത് മുളകിൻ്റെ മണം മാറുന്ന വരുന്ന വരെ ഒന്ന് മുരിച്ച് കൊടുക്കാതെ. ഒരു തക്കാളി അത് കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാതെ. തക്കാളി ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളി നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 5 സ്പൂണ് തേങ്ങയാണ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ പഞ്ചസാര. ആ എരിവും ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ 2 ചട്നിയും റെഡി ആയി കഴിഞ്ഞ്. തക്കാളി ചട്നി ചൂടാറിയതിന് ശേഷം മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തു. ഇതിന് കടുക് താളിക്കണമെങ്കിൽ താളിക്കാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി എണ്ണയിൽ സവാളയൊക്കെ വഴറ്റിയാണ് എടുത്തത്. പിന്നെ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷേ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദോശയുടെ കൂടെയും ഇഡലിയുടെയും കഴിക്കാൻ പറ്റിയ 2 ടൈപ്പ് ചട്നിയാണ്. ഒന്ന് തേങ്ങാ ചട്നിയും ഒന്ന് തക്കാളി ചട്നിയും. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.